അതൊക്കെ തീർച്ചയായും ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു. ആര് സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത്, സ്ഥാനാർത്ഥി എന്നത് സാങ്കേതികത്വം മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ജയിക്കുക എന്നുള്ളതാണ്. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിന് തിരിച്ചു വരണം 2026. അതിനുള്ളൊരു ചവിട്ടുപടിയാണ്. അവിടെ ആര് സ്ഥാനാർത്ഥിയാവുന്നു എന്നുള്ളത് പ്രസക്തിയല്ലായിരുന്നു. ഞങ്ങൾക്ക് വിജയിക്കുക എന്നുള്ളതായിരുന്നു. സ്ഥാനാർത്ഥിത്വം സാങ്കേതികത്വം മാത്രമാണ്. ആര് സ്ഥാനാർത്ഥിയായാലും കൈപ്പത്തി ചിഹ്നമായിരിക്കും ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ അടയാളം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതെല്ലാവരും അംഗീകരിച്ചു, ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു, പ്രയത്നിച്ചു, വലിയ വിജയം നേടാൻ കഴിഞ്ഞു. DC പ്രസിഡന്റ് VS ജോയ് നമ്മോടൊപ്പം ചേരുകയാണ്. 10,000-ൽ അധികം ഭൂരിപക്ഷം. എങ്ങനെയാണ് ഞങ്ങൾ കൃത്യമായി കണക്കുകൂട്ടി ആയി തന്നെ പറഞ്ഞതാണ്. എന്തൊക്കെ പ്രയാസം ഉണ്ടായാലും 10,000-ൽ കുറയാത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഞങ്ങളത് വിജയിക്കുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മുന്നൊരുക്കം നടത്തിയത്. CPM-ന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എല്ലാം മറന്നൊരു പോരാട്ടം, ഒരു ജീവൻ മരണ പോരാട്ടമായി തന്നെ ഇതിനെ കണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. അതിന്റെ വിജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ എല്ലാ ഘട്ടത്തിലും, അത് സ്ഥാനാർത്ഥി പര്യടനമായാലും തിരഞ്ഞെടുപ്പ് കൺവെൻഷനായാലും കുടുംബയോഗമായാലും കൊട്ടിക്കലാശം വരെ എല്ലാ തലങ്ങളിലും ഞങ്ങൾ ഇടതുപക്ഷത്തേക്കാൾ ഒരുപടി മുമ്പിലായിരുന്നു. എല്ലാ മേഖലയിലും ഞങ്ങൾ തികഞ്ഞ ആധിപത്യം പുലർത്തി ഒരു സമ്പൂർണമായ വിജയമാണ്. ഞങ്ങൾ കരളായി പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഞങ്ങളെ സംബന്ധിച്ച് നിസ്സാരമായൊരു കാര്യമല്ല. ഭരണത്തിന്റെ സർവ്വ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പിണറായി വിജയൻ പല വിധത്തിലുള്ള 18 അടവും പയറ്റി. ആ 18 അടവിനെയും പ്രതിരോധിച്ചുകൊണ്ട് പച്ചവെള്ളം പോലെ പണമൊഴുക്കി പച്ച വർഗീയത പ്രചരിപ്പിച്ചു, പച്ച നുണ പ്രചരിപ്പിച്ചു. എന്നിട്ടും പിണറായി സത്തെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമല്ല. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം VS ജോയിന് അതൃപ്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വോട്ടുകൾ പോകുന്ന പ്രചരണം ഉണ്ടായിരുന്നു. അതൊക്കെ അതൊന്നും സത്യമല്ല. അതൊക്കെ തീർച്ചയായും ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു. ആര് സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത്, സ്ഥാനാർത്ഥി എന്നത് സാങ്കേതികത്വം മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ജയിക്കുക എന്നുള്ളതാണ്. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിന് തിരിച്ചു വരണം 2026. അതിനുള്ളൊരു ചവിട്ടുപടിയാണ്. അവിടെ ആര് സ്ഥാനാർത്ഥിയാവുന്നു എന്നുള്ളത് പ്രസക്തിയല്ലായിരുന്നു. ഞങ്ങൾക്ക് വിജയിക്കുക എന്നുള്ളതായിരുന്നു. സ്ഥാനാർത്ഥിത്വം സാങ്കേതികത്വം മാത്രമാണ്. ആര് സ്ഥാനാർത്ഥിയായാലും കൈപ്പത്തി ചിഹ്നമായിരിക്കും ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ അടയാളം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതെല്ലാവരും അംഗീകരിച്ചു, ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു, പ്രയത്നിച്ചു, വലിയ വിജയം നേടാൻ കഴിഞ്ഞു. വോട്ട് നേടിയ പി ചെറിയ മീനല്ല. അദ്ദേഹം ഇടതുപക്ഷ വോട്ടുകളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് കഴിയുമെന്ന് ഞങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയതാണ്. സാധ്യത വളരെ കുറവാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ വോട്ടും പരമാവധി UDF-ന്റെ വോട്ടുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമം നടത്തിയിട്ടുണ്ട്. തീർച്ചയായും UDF-ന്റെ വോട്ടുകളൊന്നും ചോർന്നിട്ടുണ്ടാവില്ല. ചിട്ടമായ പ്രവർത്തനത്തിന്റെ ഫലമാണിതെന്ന് ആവർത്തിക്കുകയാണ് DC പ്രസിഡന്റ് VS ജോയ്.